അതെ, ഒരു ഫ്ലവർ വേസ് ഉണ്ടാവോ? ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെന്നേക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കുന്തം കൊണ്ടാ വന്നേക്കുന്നേ? ഇവിടെ ഫ്ലവർ വേസ് ഒന്നുമില്ല. അതല്ല, ഇവിടെ എവിടെയോ ഒരു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്നാ നീ പോയി എടുത്തു കൊടുക്കടി. ഇവൾക്കേ ഈ വീട് ഷൂട്ടിന് കൊടുത്തേക്കണത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെയാ. എന്തായാലും ഇനി കുറച്ചേരം കൂടി അല്ലേ ഉള്ളൂ, നീ ക്ഷമിച്ചേക്ക്. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി ആന്റി, ബൈ. ബൈ കൃഷ്ണ. ബൈ. വേണ്ട, ഇനി ആ വിളി വേണ്ട. നമുക്കിടയിൽ ഇനി അങ്ങനെ ഒരു ബന്ധവുമില്ല. പാർവണ സങ്കടപ്പെടുന്നു. എൻ്റെ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തരുത്. എൻ്റെ വീട്ടിലും സ്വത്തിലും നിന്ന് എനിക്ക് ഇനി യാതൊരു അവകാശവും ഇല്ല. താൻ തോന്നികൾക്ക് എന്തു ആകാം, പക്ഷേ എനിക്ക് ഇനിയും മക്കളുണ്ട്. അവരുടെ ഭാവി കൂടി നോക്കണം. ഇമോഷൻ, എൻ്റെ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തരുത്. ഡയലോഗ്. ഇതൊന്നും വേണ്ടായിരുന്നെന്ന് ജിതിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അച്ഛനോട് ക്ഷമിക്കും. കട്ട് കട്ട് കട്ട്. സഞ്ജു, അതല്ലല്ലോ ഡയലോഗ്. വൺ മോർ. അത് മാറ്റാൻ ഞാൻ ശ്യാമിനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിലേ ആ ഡയലോഗ് വേറെ ഒന്ന് പിടിക്കാം. എന്തായാലും ഇത് വേണ്ട. അത് മതി, അത് കറക്റ്റാ. വീര്യം കണ്ടടുത്ത് ഡയലോഗ് ഇട്ട് സോഫി, അടുത്തെന്താ? ആ പിന്നെ അടുത്ത സീനിൽ ഒരു പാസിംഗ് ഷോട്ട് ഉണ്ട്. നല്ല നാടൻ ലുക്കുള്ള ഒരാൾ വേണം. ഡയലോഗ് ഉണ്ട്. ഒരാളെ സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ചെയ്യാം സർ. ഈ കാട്ടിൽ ഞാൻ ആരെ തപ്പാനാണ്? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്. ഒന്ന് നിൽക്കണേ. ആണുങ്ങളെയും കൊണ്ട് തന്നെ പൊറുതി വിട്ടിരിക്കുക. അന്നേരം പെണ്ണുങ്ങളും കളിലായിട്ട്. കള്ള് വേണമെങ്കിൽ ഷാപ്പിൽ വരണം, അല്ലാതെ റോഡ് സൈഡിൽ കച്ചവടമൊന്നുമില്ല. അയ്യോ ചേട്ടാ, ഇതല്ല. ഞങ്ങളെ ആ വീട്ടിലെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നതാ. സിനിമ? തിലകനുണ്ടോ? ആ തിലകനും അടൂർ ബാസിയും ഫിലോമിനും എല്ലാവരും ഉണ്ട്. ആണോ? ആ പക്ഷെ അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അവരൊക്കെ പോയി? അവര് ദുബായിക്ക് ട്രിപ്പ് പോയേക്കാം. അടുത്ത മാസം തിരിച്ചു വരുമായിരിക്കും. ചേട്ടാ, ചേട്ടന് ഒരു 5 മിനിറ്റ് ഞങ്ങളൊന്ന് സഹായിക്കാമോ? ഞാനെങ്ങനെ? ചേട്ടനൊരു ചെറിയ സീനുണ്ട്, അതിലൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനാ? ആ ഞാനാ? ആ അല്ല, ഞാൻ ഈ വേഷത്തിലൊക്കെ. അതിനെന്താ, ഇത് മതി. ഇതാണ് ഒറിജിനാലിറ്റി. അതെ. ചേട്ടന്തോ ആ വീട് നോക്കിട്ടെ, ആ ഇവിടെ പുതിയ താമസക്കാരൊക്കെ എത്തിയോ എന്ന് പറഞ്ഞ് ഇതിലെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞാനെന്നൊരു കാര്യം ചെയ്യാം. ഷാപ്പിൽ പോയി കള്ള് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അഭിനയിച്ചാലോ? അല്ല, ഇതൊരു 5 മിനിറ്റ് മതി. ചേട്ടൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിട്ടേക്കാ. അല്ല, എന്നാലും ഈ കള്ള് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണ്. ഓക്കെ ആണ്. വായോ, വാ. രക്ഷപ്പെട്ട്. ആ ചെത്തുകാരനെ സിനിമയ്ക്ക് ആവശ്യമാണ്. പിന്നെ എന്നെ ഞാനാ. മോളെ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അടൂർവാസി മരിച്ച കാര്യം ഞാൻ അറിഞ്ഞ്. ഇലകനും ബിനോവിനെയും എല്ലാ ദിവസവും ഞാൻ TV കാണാറുണ്ട്. അതെ, ഇതിനകത്ത് വേറെ ആരൊക്കെ അഭിനയിക്കണേ? ഓ, ചേട്ടൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാ. അല്ലെങ്കിലും പഴയ പോലെയല്ല. ഇപ്പോഴത്തെ പോസ്റ്ററിലൊക്കെ ഒരു മനുഷ്യനെ തിരിച്ചറിയില്ല. എന്നെ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ? പിന്നെ ചേട്ടനെ കൊണ്ടേ പറ്റൂ. ഞാൻ അഭിനയിക്കൂട്ടോ. ഞാൻ കള്ളു കുടിച്ചിട്ട് കള്ളു കുടിക്കാത്ത പോലെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കും. ചേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ പാട്ട് പാടും. ആണോ? നല്ല മൂടാണെങ്കിൽ ഡാൻസും ചെയ്യും. ചേട്ടൻ തഗ്ഗാണല്ലേ? എന്താ ചേട്ടൻ തഗ്ഗെന്ന് വെച്ചാല്? ഇതൊന്ന് പിടിച്ചേ. അയ്യേ, അതെല്ലാരും പറയാറുണ്ട്. എന്ത് തഗ്ഗ? ഇതെന്താ? ഇതേ പനി കയറി ചെത്താൻ നേരത്തെ തീരാറില്ല. ആരെങ്കിലും 4 ആൾ കൂടുമ്പോ ഞങ്ങൾ ഇതിടും. ഒന്ന് ചെത്താലോ? തള്ളുവോ? ഇല്ല ചേട്ടാ, ഭയങ്കര വേണ്ട വേണ്ട വേണ്ട. ഞാൻ നല്ല മൂറ്റ് തള്ള. ഇത് ഇപ്പൊ തന്നെ തുടങ്ങുമോ അതോ? പിന്നെ ചേട്ടാ ഒരു മിനിറ്റ് നിൽക്കണം. ഡൂഡു, ഒരു കസേര എടുത്ത്. ചേട്ടൻ ഇവിടെ ഇരുന്നോ? ഞാൻ ഷോട്ട് റെഡി ആകുമ്പോ വിളിക്കാം. അല്ല, ഞാൻ ഈ എന്റെ കൂടെ അഭിനയിക്കുന്ന ആളാണോ? ആര്? അല്ല, ഈ ഷോട്ട് എന്ന് പറഞ്ഞേ. അയ്യോ, അതല്ല ചേട്ടാ, അത് ചേട്ടനിരിക്കും, ഞാൻ വിളിക്കാം. അതെ, പെട്ടെന്നാവണം കേട്ടോ.
ഞാൻ ചെന്നില്ലേ ഈ രാജനും കുട്ടനൊക്കെ കൈവറിച്ചാവും അതാ അതൊക്കാരാ? ഷാപ്പിലെ പറ്റുകാരാ. ശരി. ശ്ശെ, കൊടുത്തി തുടരുതേ. ആ എന്താ പേര്? രവി. എവിടെ സ്ഥലം? ഗുരുവായൂര സ്ഥലം, ആ. പക്ഷെ കാട്ടക്കടയിലെ താമസം. അത് ശരി. എല്ലാരും എന്നെ കാട്ടക്കട രവി എന്ന് വിളിക്കും. എൻ്റെ പേര് ഷൺമുഖൻ. ആ, ആ. ഷമ്മൂന്ന് വിളിക്കും. ഉം. ഷാപ്പിൽ പലതും വിളിക്കും. ഉം. നിനക്ക് വേണടാ? പതിവില്ലാത്തതാണ്. വേണമെങ്കിൽ 1-2 ഗ്ലാസ് തരാട്ടോ. ഓ, ഇപ്പൊ വേണ്ട ചേട്ടാ. നല്ല വേണം. ഇരിക്കും എന്തായി കാര്യങ്ങളൊക്കെ? അമല ചായ. അത് പിന്നെ സാറ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. കഥ എങ്ങനെ മാറ്റിയാൽ നന്നായിരിക്കും എന്ന് ഉദ്ദേശിച്ച കേട്ടോ. അപ്പം നമുക്ക് പ്രൊഡ്യൂസറായിട്ടിരിക്കാമല്ലോ. ഏകദേശം 2 വർഷമായി പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബ്രോ, അതെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജേഷ് രവി ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നിരുന്നു. അപ്പോൾ പുള്ളിയുടെ കഥയും നമ്മുടെ കഥയും തമ്മിൽ ആകപ്പാടെ ഒരു സാമ്യമുണ്ട്. പ്ലോട്ടിൽ ആകപ്പാടെ ഒരു സിമിലാരിറ്റി. തിരക്കഥയിലുണ്ടോ? തിരക്കഥയിലില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാലും എനിക്ക് ആ ക്യാരക്ടർ അങ്ങോട്ട് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന നായകൻ, വില്ലൻ, പോലീസ്, ഇതൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ, പലതവണ തിരുത്തി എഴുതുകയും കൂടെ ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ, നിങ്ങളുടെ മോശം തിരക്കഥയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാര് ചെയ്താലും ഈ സിനിമ നന്നായിരിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ചെയ്താൽ നിൽക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ജയനെ ഒന്ന് ട്രൈ ചെയ്യേ. പുള്ളിയാകുമ്പോൾ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കും. ഞാൻ വിളിച്ചു പറയാം. ശരി. അവനാണെങ്കിൽ ഒരു ആക്ഷൻ മോഡ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ദേ, ഈ സ്ക്രിപ്റ്റ് നടന്നില്ലെന്ന് നിങ്ങൾ ഡെസ്പാകൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരാ. ഇനി എഴുതണം. നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണം എന്നെ വന്ന് കാണാം. ശരി ശരി സാർ. ശരി. അമലെ, ചായ വന്നില്ല. ആ ജയ, ഞാനൊരു ടീമിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പോരടാ. ആ ഷൂട്ടിനാടാ. ശരി, കാണാം. ഓക്കെ. എന്നാലും പുള്ളി എത്ര സിമ്പിൾ ആണല്ലേ. എന്ത് സിമ്പിൾ? 2 കൊല്ലമായി നമ്മളിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്. എടാ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് തന്നെ പലരും സംവിധായകരായിട്ടുള്ളത്. അയാൾ പറഞ്ഞില്ല നമ്മുടെ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന്. അത് മാത്രമല്ല, പിന്നെ ജയൻ ചെയ്ത സിനിമ നന്നാവുമെന്നും പറഞ്ഞില്ലേ. ഇതെന്തോ എനിക്കങ്ങോട്ട് കണക്ട് ആണല്ലോ ചേട്ടാ. എടാ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ സ്ക്രിപ്റ്റായിട്ട് വന്ന് ഇയാളെ തന്നെ കാണാമല്ലോ. ഉവ്വ, കണ്ടാൽ മതി. ഒഴിക്കല്ലേ അത്? ഇത്ര ആക്രാന്തന മണിച്ചോന്റെ ചേട്ടാ, അത് കരിക്ക് സംഭരമാ. കരിക്ക് സംഭരോ? ഇതോ ആണോ? പായം കാടി കുടിക്കണ പോലെ ഉണ്ട് കുടിക്കണ. ദൈവമേ. ഓ, അപ്പൊ ഇതായിരുന്നു പരിപാടി. അല്ല പിന്നെ ചേട്ടാ. അല്ല പിന്നെ ചേട്ടല്ല, സംഭാരത്തിന് നല്ല എഞ്ചിനീയർ കൂടിയിട്ടുണ്ട്. നല്ല ഇഞ്ചി ഉണ്ട്. ചേട്ടാ, അതെ, ഞാൻ നിക്കണോ അതോ? ആ, ചേട്ടൻ നിക്കണം. പ്രധാനപ്പെട്ട ഒരു നടൻ വന്നിട്ടില്ല. അയാൾ വന്നാലും ചേട്ടൻ പാസിംഗ് ആവും. അപ്പൊ മേക്കപ്പ് ഒക്കെ? മേക്കപ്പാ? അതൊക്കെ എന്തിനാണ്? പൊന്നുംകുളത്തിന് എന്തിനാണ് പൊട്ട്? ചേട്ടന് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഷർട്ടൊന്നും ഒഴിവാക്കായിരുന്നു. അല്ല, ചെത്തുകാരന്റെ കഥാപാത്രമാണല്ലോ. ശരിയാ, പൊന്നും കൊടുത്തിട്ടുണ്ട് ഷർട്ടല്ലേ. ഹലോ, സുഗത, ഇന്ന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്ത് കള്ളല്ലേ? അല്ലാതെ ലൂക്കോ സൂപ്പിയൊന്നും അല്ലല്ലോ. എന്നാന്ന് വെച്ചേ? ഇല്ലെന്ന്. എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. ഇവിടെ വരേണ്ട പ്രധാനപ്പെട്ട നടനാണെങ്കിൽ വന്നിട്ടില്ല. അതിന് പകരമാണ് ഞാൻ ചെയ്യണത്. ഏത് പകല് ബസ്സിലാ? ഭഗത് സിംഗാ? എനിക്കെങ്ങനെ അറിയാമല്ലോ. നീ ഫോൺ കട്ട് ചെയ്തേ. അല്ലെ വേണ്ട, ഞാൻ ഫോൺ കട്ട് ചെയ്യാം.
തീർത്തല്ലേ നിരാജനം കൂട്ടിനൊക്കെ പൊടി കളിക്കി കൊടുക്കും.